പാടവും നെൽവയലുകളും അപ്പൂപ്പൻ താടിയും കുളവും പുഴയും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു നാട്ടിൻപുറം. അവിടുത്തെ ടാർ ചെയ്ത കറുകറുത്ത റോഡിലൂടെ ഒരു ഓട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഉച്ചയ്ക്ക് 1 മണിയോടടുക്കുന്നു. അരുണിന്റെ ഓട്ടോ അവന്റെ വീടിനു മുൻപിൽ വന്നു നിന്നു. ഉച്ചയ്ക്കത്തെ നല്ല ചൂട് കാരണം ഷർട്ടിന് മുകളിലായി ഇട്ടിരിക്കുന്ന കാക്കി ഷർട്ടിന്റെ ബട്ടൺ അയച്ചുകൊണ്ട് അരുൺ ഓട്ടോയിൽ നിന്നിറങ്ങി. വെളുത്ത നിറവും നേർത്ത മീശയും കട്ടിത്താടിയുമൊക്കെയുള്ള കാണാൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് അരുൺ. കാണുമ്പോൾ ഒരു ഡോക്ടറുടെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ എന്ന് വെച്ചാൽ അവന് ജീവനാണ്. സ്കൂൾ കുട്ടികളെ കൊണ്ടുചെന്നാക്കലും ഹോസ്പിറ്റലിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമുള്ള 1-2 ഓട്ടോവും എല്ലാം കഴിഞ്ഞ് പതിവ് പോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള വരവാണ്. അപ്പോഴാണ് അവന്റെ അയൽപ്പക്കത്തുള്ള മാധവേട്ടന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ അരുൺ കേട്ടത്. അരുൺ തന്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ തല നീട്ടി ഒന്ന് അങ്ങോട്ട് നോക്കി. മുറ്റത്ത് വീട്ടുപകരണങ്ങളെല്ലാം ഉണ്ട്. 1-2 പേർ അതൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട്. പുതിയ വാടകക്കാരാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവൻ മനസ്സിലോർത്തത്, 2 ദിവസം മുന്നേ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മാധവേട്ടൻ പറഞ്ഞിരുന്നു പുതിയ താമസക്കാർ വരുന്നുണ്ട്, ഒരു സ്കൂൾ അധ്യാപകനാണെന്ന്. അവൻ വീട്ടിലെത്തി. വീടിന്റെ ഉമ്മറക്കോലായിലേക്ക് കയറി കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അമ്മയെ ഉറക്കെ വിളിച്ചു. അരുണിന്റെ വിളി കേട്ട് അമ്മ വാതിൽ തുറന്നു. അമ്മേ, മാധവേട്ടന്റെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ. അമ്മ അവരെ കണ്ടിട്ടുണ്ടായിരുന്നോ? അരുൺ ചോദിച്ചു. ആ മോനെ, ഞാൻ ജോലിക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാരെ ഞാൻ പുറത്തെങ്ങും കണ്ടിട്ടില്ല. നേരത്തെ വനജേടത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ പോയിട്ടുണ്ടായിരുന്നത്രേ. പരിചയപ്പെടാൻ വേണ്ടി പോയതായിരുന്നു അത്രേ. പക്ഷെ അവർ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്നാ വനജേടത്തി പറഞ്ഞത്. വനജേടത്തി അവിടെ ചെന്നത് വലിയ താല്പര്യമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടേക്ക് പോയില്ല. അവരൊക്കെ വലിയ ആളുകളല്ലേ. ചിലപ്പോൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരെ ഒന്നും അവർക്ക് വലിയ താല്പര്യം കാണില്ല. ഒരു മകളുണ്ട് അവർക്ക്. കാല് രണ്ടും തളർന്നു പോയതാണ്. വീൽചെയറിലാണ്. അതിന് നടക്കാൻ കഴിയില്ല. അരുൺ അമ്മ പറഞ്ഞതെല്ലാം മൂളിക്കേട്ടു. ചിലപ്പോൾ ശരിയായിരിക്കാം. അവർ കാശുള്ള വീട്ടുകാരല്ലേ. നമ്മളെപ്പോലുള്ള പാവങ്ങളോടൊക്കെ സംസാരിക്കുന്നതിന് അവർക്ക് ചിലപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവാം. അമ്മ എന്തായാലും ചോറെടുത്ത് വെക്കൂ, എനിക്കൊരോട്ടം പോകാനുണ്ട്, അരുൺ പറഞ്ഞു. മോൻ കൈ കഴുകി വാ, ഞാൻ ചോറെടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. പിറ്റേ ദിവസം അതിരാവിലെ അരുൺ തന്റെ ഓട്ടോ കഴുകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറക്കിയതായിരുന്നു. വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉമ്മറക്കോലായിൽ വീൽചെയറിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ അവൻ കണ്ടത്. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് ഒരുമിച്ചായിരുന്നു. കണ്ട സ്ഥിതിക്ക് അരുൺ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയെങ്കിലും ആ പെൺകുട്ടി അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി. അമ്മ പറഞ്ഞത് ശരിയാണ്, അഹങ്കാരമുള്ള കൂട്ടത്തിലുള്ളതാണെന്നാണ് തോന്നുന്നത്. വീൽചെയറിലായിട്ട് തന്നെ ഇത്രയ്ക്ക് അഹങ്കാരമോ? അപ്പോൾ ഇവൾക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഈശ്വര? ഓട്ടോ കഴുകുന്നതിനിടയിൽ അവൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ 1-2 ദിവസം കടന്നുപോയി. ഒരു ദിവസം പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതായിരുന്നു അരുൺ. പുറത്ത് നല്ല മഴക്കോളുണ്ട്. ഏതു നിമിഷവും മഴ പെയ്തേക്കാമെന്ന അവസ്ഥയിലാണ് മഴയുടെ നിൽപ്പ്. തന്റെ വണ്ടി പോർച്ചിലേക്ക് കയറ്റി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി പോകുന്നതിനിടയിൽ അപ്പുറത്തെ വീടിന്റെ മുറ്റത്ത് ആ പെൺകുട്ടി ഒരു വെള്ള കളർ ഡ്രസ്സിൽ വീൽചെയറിൽ ഇരുന്ന് ആരെയോ ഫോൺ വിളിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അരുൺ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അല്പസമയത്തിന് ശേഷം അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് തന്റെ ഉമ്മറക്കോലായിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നതിനിടയിൽ അവന്റെ തല എപ്പോഴോ അറിയാതെ ആ വീടിന്റെ മുറ്റത്തേക്ക് തിരിഞ്ഞു. ചാറ്റൽ മഴയുടെ ഇടയിൽ കൂടി അവൻ ഒരു കാഴ്ച കണ്ടു. ആ വീൽചെയർ മറിഞ്ഞു കിടക്കുന്നു. അതിനടുത്തായി ആ പെൺകുട്ടിയുമുണ്ട്. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് അവൾ തന്നെയാണ്. ആ കുട്ടി താഴെ വീണ് കിടക്കുകയാണ്. അരുൺ അപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. വേഗം മുറ്റത്തേക്കിറങ്ങി ആ വീട്ടിലേക്കോടി ഗേറ്റ് തള്ളി തുറന്നു. പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ മുറ്റത്ത് ചോര വാർന്നു കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവൻ ചെറുതായൊന്ന് പരിഭ്രമിച്ചു. വീഴ്ചയിൽ അവളുടെ ഡ്രസ്സിന്റെ ഒരു കൈ ഷോൾഡറിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവളെ തന്റെ കയ്യിൽ വാരിയെടുത്ത് നീങ്ങിപ്പോയ ഡ്രസ്സ് പിടിച്ച് നേരെയാക്കി കൊടുത്തു. എന്നിട്ട് വേഗത്തിൽ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് കയറി. അവൾ ആകെ നനഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിലാകെ അഴുക്ക് പറ്റിയിരിക്കുന്നു. വീഴ്ചയിൽ അവളുടെ കണ്ണട പൊട്ടിയിട്ടുണ്ട്. അവൻ അത് ഊരി മാറ്റി അവളെ അവിടെ ഉമ്മറക്കോലായിൽ കിടത്തി. ശേഷം ആ വീട്ടിലെ കോളിംഗ് ബെല്ല് നിർത്താതെ അടിച്ചു നോക്കി. പക്ഷേ ആരും വാതിൽ തുറന്നില്ല. അപ്പോഴും അവളുടെ നെറ്റിയിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മുറ്റത്ത് വീണ് കിടന്ന അവളുടെ മൊബൈൽ ഫോൺ അവൻ ശ്രദ്ധിച്ചത്. അതിനു മുകളിൽ നിറയെ ചളിയും വെള്ളവുമാണ്. അവൻ അത് എടുത്തു നോക്കി. അത് ലോക്കാണ്. അവൻ അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ അവൻ നിന്നില്ല. അവൻ തന്റെ വീട്ടിലേക്കോടി. അമ്മയോട് കാര്യം പറഞ്ഞു. വേഗം അമ്മയെയും കൂട്ടി അവളുടെ വീട്ടിലെത്തി. ആകെ നനഞ്ഞ അബോധാവസ്ഥയിൽ നിലത്ത് കിടക്കുകയായിരുന്ന അവളെ അരുണും അമ്മയും ചേർന്ന് താങ്ങിപ്പിടിച്ചു. മുറിവിലൊരു തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് അമ്മയുടെ മടിയിൽ കിടത്തി.
പിന്നെ ഒരു വിധത്തിൽ അവളെ താങ്ങിയെടുത്ത് ഓട്ടോയിൽ കയറ്റി അവളെയും കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഓട്ടോയിൽ പോകുന്നതിനിടയിൽ തന്നെ അരുൺ വീടിന്റെ ഓണറായ മാധവേട്ടനെ വിളിച്ച് അവളുടെ വീട്ടുകാരുടെ നമ്പർ വാങ്ങി അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ പാതി തുറക്കുന്നുണ്ട് എന്നതല്ലാതെ അവൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലെത്തി അവളെ അവർ സ്ട്രക്ചറിൽ കിടത്തി വേഗത്തിൽ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരത്തെ ചികിത്സയ്ക്കൊടുവിൽ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് അവളെ വാർഡിലേക്ക് മാറ്റി ട്രിപ്പിട്ട് കിടത്തി. അപ്പോഴാണ് അവളുടെ അമ്മ അവിടെ എത്തിയത്. അമ്മ അവൾക്കരികിലേക്ക് ഓടി വന്നു. അയ്യോ, എന്റെ മോളുടെ കിടപ്പ് കാണാൻ വയ്യല്ലോ. അമ്മ നിറഞ്ഞ കണ്ണുകളോടെ പരിഭ്രമിച്ചുകൊണ്ടാണ് അവളുടെ അരികിലേക്ക് എത്തിയത്. അവൾ അപ്പോൾ കണ്ണടച്ച മയക്കത്തിലായിരുന്നു. അമ്മ അപ്പോൾ മുറിയിൽ അവളുടെ അരികിലായി ഇരിക്കുന്ന അരുണിനെയും അവന്റെ അമ്മയെയും നോക്കി. നിങ്ങളാണല്ലേ ഇങ്ങോട്ട് എത്തിച്ചത്, എന്താ ഉണ്ടായത്? അമ്മ അവരോട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, കുട്ടിയൊന്ന് ചെറുതായി വീണതാ. അരുണിന്റെ അമ്മ അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അയ്യോ, എങ്ങനെ വീണതാ? നെറ്റിയിൽ മുറിവുണ്ടല്ലോ. അവളുടെ അമ്മ അപ്പോഴും പരിഭ്രമത്തിൽ തന്നെയായിരുന്നു. എങ്ങനെയാ വീണത് എന്നറിയില്ല. ഞാൻ ഞങ്ങളുടെ ഉമ്മറത്തിരുന്ന് നോക്കുമ്പോൾ വീൽചെയർ മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ തൊട്ടടുത്തായി കുട്ടി വീണ് കിടക്കുന്നുണ്ട്. ബ്ലഡ് കുറെ പോയത് കണ്ടപ്പോൾ വല്ലാതെ ഒന്ന് പേടിച്ചു. വീഴ്ചയിൽ കല്ലോ മറ്റോ നെറ്റിയിൽ തട്ടിയതാണ് മുറിവുണ്ടായത്. വീട്ടിലെ ബെല്ലടിച്ചു നോക്കിയപ്പോൾ ആരെയും പുറത്തേക്ക് കണ്ടില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവന്നു. മഴയല്ലേ, നിലത്ത് വഴുക്കോ മറ്റോ കാണും, വീല് സ്ലിപ്പായതാകും. നിങ്ങൾ ആരെങ്കിലും അകത്തുണ്ടാകുമെന്ന് കരുതിയാ ഞാൻ കുറെ ബെല്ലടിച്ചു നോക്കിയത്. പിന്നെ ആരെയും കാണാത്തത് കൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചത്. അവൻ അമ്മയോട് പറഞ്ഞു. വീട്ടിൽ ആരുമില്ല, ഇവളുടെ അച്ഛൻ ജോലിയിലാണ്. ഞാനാണെങ്കിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ആരെയും കണ്ടില്ല. എവിടെ പോയെന്നറിയാതെ പേടിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛൻ വിളിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത്. മോനാണല്ലേ അദ്ദേഹത്തെ വിളിച്ചത്? എന്തായാലും വലിയ ഉപകാരം. മോൻ കണ്ടത് നന്നായി, അല്ലെങ്കിൽ ചോര വാർന്നു കിടന്ന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ. അമ്മ പറഞ്ഞു. പേടിക്കണ്ട, അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നാ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് പോകാമെന്ന് കരുതിയാണ് നിന്നത്. ആളിപ്പോ മയക്കത്തിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞാൽ ഉണരാൻ മതി. മുറിവ് സ്റ്റിച്ചിട്ടതിന്റെയും മരുന്ന് വെച്ചതിന്റെയും ചെറിയൊരു മയക്കം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്നാൽ അങ്ങോട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം. അരുൺ അത് പറഞ്ഞ് അവന്റെ ഫോൺ നമ്പർ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങൾ വീട്ടിൽ വന്നിട്ടാണെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും തൊട്ടടുത്ത് ഞങ്ങൾ ഉണ്ടാകും കേട്ടോ. വരട്ടെ. അരുണും അമ്മയും അവരെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവളുടെ അമ്മ അവരെ നോക്കി നന്ദിയോടെ ചിരിച്ചു. അരുണും അമ്മയും വീട്ടിലേക്ക് തിരിച്ചെത്തി. പിറ്റേന്ന് ഞായറാഴ്ചയാണ്. ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ പോകാമെന്ന് കരുതി അരുൺ കട്ടിലിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം അവൻ കേട്ടത്. ഉറക്കച്ചടവിൽ അവൻ അങ്ങനെ തന്നെ കിടന്നു. അവന്റെ അമ്മ അപ്പോൾ പോയി വാതിൽ തുറന്ന് ആരോടോ എന്തൊക്കെയോ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്ന് അരുണിനെ വിളിച്ചത്. മോനെ, ദേ ആ വീട്ടിലെ മോളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അങ്ങേർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആണോ? അമ്മ പറഞ്ഞപ്പോൾ അവൻ വേഗം കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മുണ്ടൊക്കെ നല്ലപോലെ ഉടുത്ത് ഷർട്ട് എടുത്തിട്ട് കൊണ്ട് വേഗം ഉമ്മറത്തേക്ക് ചെന്നു. ഇങ്ങോട്ട് ഇരുന്നോളൂ സാർ. എന്താ മുറ്റത്ത് തന്നെ നിന്ന് കളഞ്ഞത്? കയറിയിരിക്കൂ. വീടിന്റെ മുറ്റത്ത് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്ന അയാളെ അരുൺ പിന്നിൽ നിന്നും വിളിച്ചു. അരുണിന്റെ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അയാളെ കണ്ടപ്പോൾ അരുൺ ഒന്ന് ഞെട്ടി. അവന്റെ ചിന്തകൾ പെട്ടെന്ന് പഴയ കാലത്തിലേക്ക് പോയി. ഇത് വിജയൻ മാഷല്ലേ? അവൻ പെട്ടെന്ന് അയാളോട് ചോദിച്ചു. അതെ, അയാൾ മറുപടി പറഞ്ഞു. അവൻ അപ്പോൾ വേഗം ഉമ്മറത്ത് നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മാഷിന്റെ അരികിലേക്ക് ചെന്നു. മാഷെ എനിക്കറിയാം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ മോശമായിരുന്ന എനിക്ക് ഒരുപാട് ബുക്കുകളൊക്കെ വാങ്ങി തന്ന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് സാറ്. അരുൺ പറഞ്ഞപ്പോൾ മാഷിന് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. വർഷങ്ങൾ കുറച്ചായിരുന്നെങ്കിലും അവന്റെ നിഷ്കളങ്കമായ രൂപം അപ്പോഴും മാഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. മാഷ് അപ്പോൾ അരുണിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ നീ. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിയിരുന്ന നിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? പിന്നെ പെട്ടെന്ന് നിന്നെ കാണാതായപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിരുന്നു, മറ്റു ടീച്ചർമാരോടൊക്കെ. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് നീ അവിടെ നിന്നും വീട് മാറിപ്പോയി എന്ന്. പിന്നെ ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മാഷ് അത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവൻ അപ്പോൾ തല താഴ്ത്തിക്കൊണ്ട് ചിരിക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് അവൻ ചിന്തിച്ചത്, മാഷ് വീട്ടിലേക്ക് കയറിയിരുന്നില്ലല്ലോ എന്ന്. മാഷെ വരൂ, കയറിയിരിക്കൂ. അവൻ മാഷെ വിളിച്ചു. എന്നിട്ട് മാഷെ ഉമ്മറത്തേക്ക് സ്വീകരിച്ചിരുത്തി. അരുണിന്റെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് ഉമ്മറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയാണ് മാഷെ. അവൻ അമ്മയെ മാഷിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ചായ എടുക്കാം. അമ്മ ചിരിച്ചുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ചായയുമായി വന്നു.
ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാഷ് അരുണിനോട് വീണ്ടും പറഞ്ഞു, അരുണിനെ ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ ഓട്ടോ ഓടിക്കുകയാണല്ലേ? മാഷ് ചോദിച്ചു. അതെ, അന്നൊക്കെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് പഠിത്തമൊക്കെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. അച്ഛന് നല്ല കടങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്തത് ചേച്ചിയാണ്. അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതിൻ്റെയൊക്കെ കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വീട് വിറ്റ് അമ്മയുടെ ഷെയറിലുണ്ടായ ഈ സ്ഥലത്ത് വീട് വെച്ചത്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കാമെന്ന് വിചാരിക്കാം സാർ. ഇത് ഇത്രയും കടങ്ങളൊക്കെ വെച്ച് ആൺകുട്ടിയായ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് നാട്ടിൻപുറമല്ലേ, ആളുകളൊക്കെ പറഞ്ഞു എന്തെങ്കിലും പണിക്ക് പോയിക്കോടാ, പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ. അത് കേട്ട് പിന്നെ ഞാനും വിചാരിച്ചു, പഠിച്ചിട്ട് എന്ത് കിട്ടാനാ, ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ഇവരെയൊക്കെ നല്ലപോലെ നോക്കി അങ്ങനെ ജീവിക്കാമെന്ന്. അങ്ങനെ ഞാനൊരു ഓട്ടോ ഡ്രൈവറായി. ഈ ഓട്ടോ തള്ളി ജീവിക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ അച്ഛൻ മരിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അച്ഛൻ മരിച്ചിട്ടിപ്പോ 2 വർഷമായി. അരുൺ അല്പം സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. അവന്റെ പറച്ചിലിൽ പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം അവന് നന്നായി ഉണ്ടെന്ന് മാഷിനും തോന്നി. അതൊക്കെ പോട്ടെ മാഷേ, എങ്ങനെയുണ്ട് മാഷേ മോൾക്ക്? ഞാനത് ചോദിക്കാൻ മറന്നു. അരുൺ മാഷോട് ചോദിച്ചു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഒരുപാട് നന്ദിയുണ്ട് അരുൺ അവളെ രക്ഷിച്ചതിന്. ഇങ്ങോട്ട് വീട് മാറിയതിന് ശേഷം അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. ഈ നാട്ടിൻപുറവും അന്തരീക്ഷവും ഒക്കെ അവൾക്ക് നല്ല ഇഷ്ടമായി. ഇന്നലെ അവളുടെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയതായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവളൊന്ന് ഉഷാറായി വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരാൾ അടുത്തുണ്ടായത് വലിയ ഉപകാരമായി. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്നറിയില്ല. മാഷ് അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അരുൺ അപ്പോൾ മാഷിന്റെ കയ്യിൽ പിടിച്ചു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല മാഷേ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപകടങ്ങൾ ആർക്കാണ് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവൻ മാഷോട് പറഞ്ഞു. എന്തായാലും അരുണിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമായി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പഴയ വീടിന്റെ അടുത്ത് വരെ ഒന്ന് പോകണം. പെട്ടെന്ന് താമസം മാറിയതല്ലേ, 1-2 കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇന്നലെ വിളിച്ചതല്ലേ അരുണിന്റെ നമ്പർ? ഞാനത് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ, മാഷ് അരുണിനോട് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു. അതിനെന്താ മാഷേ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ. ഞാൻ അധികം ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാവും, അരുൺ ചിരിച്ചുകൊണ്ട് മാഷിനോട് പറഞ്ഞു. മാഷ് അപ്പോൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്, കാണാൻ കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി. അവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴൊക്കെ മാഷ് അരുണിനെ വിളിക്കാൻ തുടങ്ങി. അവൻ ഏറെ സ്നേഹത്തോടെ മാഷിനെല്ലാം ചെയ്തു കൊടുക്കാനും തുടങ്ങി. പിന്നീട് അരുണിനെ എപ്പോ കണ്ടാലും അമ്മ ഒന്ന് ചിരിക്കാൻ തുടങ്ങി. അവൻ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മുറ്റത്തും ഉമ്മറത്തുമായി വീൽചെയറിൽ അമ്മ ഉണ്ടാവും. അരുൺ കൈകൊണ്ട് അവൾക്ക് ടാറ്റ കാണിക്കുമ്പോൾ അവളും തിരിച്ചു കാണിക്കും. ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി അരുൺ അവൾക്ക് നൽകും. തിരിച്ചവളും അവനെ നോക്കി പുഞ്ചിരിക്കും. ഓരോ കാഴ്ചയിലും അവർ രണ്ടുപേരും തമ്മിൽ പറയാനാവാത്ത എന്തോ ഒരു ഹൃദയബന്ധം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അരുണും അമ്മുവുമായിട്ട് മാത്രമല്ല, മാഷായിട്ടും ഭാര്യയായിട്ടും അരുൺ നല്ലപോലെ അടുത്തു. ഒരു ദിവസം രാത്രി അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത്. അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ മാഷാണ് വിളിക്കുന്നത്. അവൻ മറ്റൊന്നും ആലോചിക്കാതെ വേഗം ഫോൺ എടുത്തു. ഹലോ മാഷേ. അരുൺ ബിസി ആയിരുന്നോ? അപ്പുറത്തു നിന്ന് മാഷ് ചോദിച്ചു. ഏയ് അല്ല മാഷേ, എന്തു പറ്റി? അരുൺ ബിസി അല്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ വരാമോ? മാഷ് ചോദിച്ചു. എന്തു പറ്റി മാഷേ, എവിടെയെങ്കിലും പോവാനാണോ? അരുൺ അപ്പോൾ ചോദിച്ചു. എവിടെയും പോകാനല്ല, 1-2 കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ വരാമോ? മാഷ് അരുണിനോട് വീണ്ടും ചോദിച്ചു. അതിനെന്താ, വരാലോ മാഷേ, 1 മിനിറ്റ്, ഞാൻ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അമ്മേ, ഞാനിപ്പോ വരാം, മാഷ് എന്തോ ഒരു അത്യാവശ്യത്തിന് വിളിച്ചിട്ടുണ്ട്. അരുൺ അമ്മയോട് മാഷിന്റെ വീട്ടിലേക്കൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. മാഷിന്റെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ മാഷുണ്ടായിരുന്നു. മാഷ് അവനെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു അവിടെ. കൂടെ മാഷിന്റെ ഭാര്യയുമുണ്ട്. വാ അരുൺ, കയറി വന്നേ. അരുണിനെ കണ്ടപാടെ മാഷും ഭാര്യയും അവനെ അകത്തേക്ക് വിളിച്ചു. ഈ സമയത്ത് ഞാൻ അരുണിനെ വിളിച്ചത് ബുദ്ധിമുട്ടായോ? മാഷ് അവനോട് വീണ്ടും ചോദിച്ചു. ഇല്ല മാഷേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇവിടെ അടുത്തല്ലേ, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു, അവൻ മറുപടി പറഞ്ഞു. എന്നാൽ വാ, ഇവിടെ ഇരിക്കൂ. ഞാൻ അരുണിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? അരുണിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, മാഷ് അവനോട് പറഞ്ഞു. മാഷ് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകാതെ അരുൺ മാഷിനെയും ഭാര്യയെയും മാറി മാറി നോക്കി. അരുൺ ഭയപ്പെടേണ്ട, വേറൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട് ടൗണിൽ. 2-3 തുണിഷോപ്പുകളുണ്ട്. മോശമല്ലാത്ത അവസ്ഥയിലാണ് അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, മോൾക്ക് വയ്യാതിരിക്കുന്നത് തന്നെയാണ്. മോളായിരുന്നു എല്ലാം നോക്കിയിരുന്നത്. ആക്സിഡന്റിന് ശേഷം അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ഷോപ്പുകൾ. ഞാൻ എന്തായാലും ചോദിക്കാൻ വന്ന കാര്യം വളച്ചുകെട്ടില്ലാതെ നേരെ ചോദിക്കാം.
അരുണിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അരുണിന് അതെല്ലാം നോക്കി നടത്താൻ പറ്റുമോ? അരുൺ എന്തായാലും നല്ല പഠിപ്പൊക്കെയുള്ള ആളല്ലേ. ഞാൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിനോട് ചോദിക്കുന്ന ഒരു അപേക്ഷയായി കണ്ടാൽ മതി, മാഷ് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ മാഷ് അത് ചോദിച്ചപ്പോൾ അരുൺ ഒരു നിമിഷം ഒന്ന് ഷോക്കായി. എന്തു പറയണമെന്ന് അവൻ അറിയുന്നില്ലായിരുന്നു. അത് മാഷേ, ഞാനിപ്പോ എന്താ പറയുക? അരുൺ പറഞ്ഞു. എന്താ അരുൺ, ബുദ്ധിമുട്ടാണല്ലേ? മാഷ് അപ്പോൾ ചോദിച്ചു. അയ്യോ മാഷേ, അങ്ങനെയൊന്നും പറയരുത്. മാഷ് പറഞ്ഞാൽ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കൊന്നും അറിയില്ല മാഷേ. കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ബിസിനസ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ അറിയുന്നത് ഈ ഓട്ടോ ഓടിക്കലാണ്. അവൻ പറഞ്ഞു തീരുന്നതിനിടയിൽ അത് കേട്ടുകൊണ്ട് വീൽ ചെയറിൽ അവൾ വന്നു. അമ്മു. ആ കാര്യങ്ങളൊന്നും അരുൺ പേടിക്കണ്ട, അതൊക്കെ അരുണിന് അമ്മു പറഞ്ഞു തരും, അല്ലേ മോളെ? അമ്മുവിനെ കണ്ടപ്പോൾ മാഷ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അരുണേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊള്ളാം അച്ഛാ. അവൾ മാഷുടെ അടുത്ത് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഓക്കെ ആയി. ഇനി അരുൺ തീരുമാനിക്കണം. അരുണിന്റെ ജോലി നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി ആവട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ അരുണിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇഷ്ടമില്ലാതെ അങ്ങനെ ഒരു ബാധ്യത പോലെ ഏറ്റെടുക്കരുത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇല്ലാതാവില്ല കേട്ടോ. എനിക്ക് അരുണിനോട് ചെറുതായിട്ടൊരു ഇഷ്ടക്കൂടുതലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. തരക്കേടില്ലാത്ത നല്ലൊരു സാലറി തന്നെ അരുണിന് തരാം. ജോലി കഴിഞ്ഞു വന്നാൽ അരുണിന് അരുണിന്റെ ഓട്ടോ ഓടിക്കുകയും ചെയ്യാം. എന്നിട്ട് നാളെ ഒരു മറുപടി പറഞ്ഞാൽ മതി. അരുൺ നല്ല പോലെ ഒന്ന് ആലോചിക്കൂ, മാഷ് അരുണിനോട് വാത്സല്യത്തോടെ പറഞ്ഞു. ശരി മാഷേ, ഞാനൊന്ന് നല്ലപോലെ ആലോചിക്കട്ടെ. എന്തായാലും മാഷിനെ ഞാൻ നാളെ വിളിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, അവൻ മാഷിനോട് പറഞ്ഞു. ശരി എന്നാൽ, മാഷ് അവനോട് തലയാട്ടി. ശേഷം അവൻ അമ്മുവിനെ ഒന്ന് നോക്കി. അവൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മു, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? മുറിവൊക്കെ ഓക്കെ ആയില്ലേ? അരുൺ അപ്പോൾ അവളോട് ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയായി വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യം അരുണേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. അരുണേട്ടന് അത്ര വിശ്വാസമുള്ളത് കൊണ്ടാ അച്ഛൻ പറഞ്ഞത്. അരുണേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് വലിയൊരു സഹായമാകും, അമ്മു അവനോട് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ അരുണിന് അത് തള്ളിക്കളയാൻ തോന്നിയില്ല. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം അമ്മു. അവൻ അവളെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അമ്മുവിന്റെ അമ്മ അങ്ങോട്ട് ചായയുമായി വന്നു. അയ്യോ, ചായ വേണ്ടിയിരുന്നില്ല, കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അരുൺ പറഞ്ഞു. സാരമില്ല, ഞങ്ങൾ അവിടെ വന്നാൽ ചായ തരാതെ വിടാറില്ലല്ലോ, മോൻ കുടിച്ചിട്ട് പോയാൽ മതി, അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അരുൺ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അതിനിടയിൽ അമ്മുവിനെ ഒന്ന് ഇടം കണ്ണാലെ നോക്കി. അവളും അപ്പോൾ അറിയാതെ ഒന്ന് അവനെ നോക്കിപ്പോയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഒന്നുടക്കി. രണ്ടുപേരും നോക്കി ചിരിച്ചു. ശേഷം അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ അവന്റെ മനസ്സിൽ മാഷിനോട് എന്തു പറയണമെന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ വീട്ടിലേക്ക് കയറി അമ്മയോട് മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. അമ്മയ്ക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. മോനെ, നല്ലൊരു ജോലിയല്ലേ? നീയും ആദ്യം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നല്ലൊരു ജോലി വേണമെന്ന്? നമ്മൾ വിചാരിച്ച പോലെയുള്ള ജോലിയൊന്നും കിട്ടാതിരുന്നിട്ടല്ലേ നീ ഓട്ടോ എടുത്തിറങ്ങിയത്? ഇപ്പോൾ ദൈവമായിട്ടായിരിക്കും അവർക്ക് അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത്. ഓട്ടോ ഏതായാലും ഒഴിവാക്കി കളയണ്ട, നമുക്കൊരു ഉപകാരത്തിന് എടുക്കാമല്ലോ. നീ എന്തായാലും അവര് പറഞ്ഞ പോലെ ചെയ്യും മോനെ. എത്രയായാലും നിന്നെ പഠിപ്പിച്ചൊരു മാഷല്ലേ, അത്രയും വലിയൊരാളല്ലേ മോനോട് ഇക്കാര്യം പറഞ്ഞത്. മോൻ എന്തായാലും കുറച്ചു ദിവസം ഒന്ന് പോയി നോക്ക്, അമ്മ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവനും ചിന്തിച്ചു ഒന്ന് പോയി നോക്കാമെന്ന്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അരുൺ മാഷിന്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. മാഷ് തന്നെയാണ് വാതിൽ തുറന്നത്. അരുണിനെ കണ്ടപാടെ മാഷിനേറെ സന്തോഷം തോന്നി. ഹലോ അരുൺ, വാ, കയറി വാ, അകത്തോട്ടിരിക്കൂ. മാഷ് അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു. അകത്തേക്ക് കയറുന്നതിനിടയിൽ മാഷ് ഭാര്യയെ വിളിച്ചു. മാലതി, ദേ അരുൺ വന്നിട്ടുണ്ട്, ഒരു കപ്പ് ചായ എടുക്ക്, ഒന്ന് എനിക്കും. ദാ ഇപ്പൊ കൊണ്ടുവരാം, അരുൺ ഇരിക്കൂ എന്ന് പറഞ്ഞ് അമ്മ ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. അരുൺ അപ്പോൾ അവിടെ സോഫയിലിരുന്നു. അരുൺ വന്നതറിഞ്ഞപ്പോൾ അമ്മ പൂജാമുറിയിൽ നിന്ന് വീൽ ചെയറിന്റെ വീൽ തള്ളിക്കൊണ്ട് അങ്ങോട്ട് വന്നു. അമ്മുവിനെ കണ്ടപ്പോൾ അരുൺ ചിരിച്ചു. വീൽ ചെയറിലാണെങ്കിലും അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് അവൾ അരികിലേക്ക് വന്നപ്പോൾ നല്ല ചന്ദനത്തിന്റെയും മഞ്ഞളിന്റെയും സുഗന്ധം അവന് തോന്നി. ഒരു നിമിഷം അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി. ആ അരുൺ, പിന്നെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്താണ് തീരുമാനം? അരുണിന് പറ്റുമെന്നാണെങ്കിലും പറ്റില്ല എന്നാണെങ്കിലും രണ്ടായാലും മടിക്കാതെ പറയാം, മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാഷെ, ഞാൻ റെഡിയാണ്, എനിക്ക് പറ്റും, അരുൺ വളരെ സൗമ്യമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷിന് വളരെ സന്തോഷമായി, അതിലേറെ അമ്മുവിനും. എല്ലാവരുടെ മുഖത്തും ചിരി പടർന്നു. മോളെ അമ്മു, അരുൺ തയ്യാറാണ് കേട്ടോ. ഇനി മോൾ എല്ലാ കാര്യങ്ങളും അരുണിന് പറഞ്ഞു കൊടുക്കണം, സ്ഥലമൊക്കെ ഒന്ന് പോയി പരിചയപ്പെടുത്തി കൊടുക്കണം, അച്ഛൻ സന്തോഷത്തോടെ അമ്മുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ മുഖത്തും വല്ലാത്ത സന്തോഷം പടർന്നു.
ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരിയോടെ അമ്മു അവനെ നോക്കി. അരുണും അവളെ നോക്കി ചിരിച്ചു. അതിനിടയിൽ മാഷിന്റെ ഭാര്യ ചായയുമായി വന്നു. അരുണിന് കാർ ഓടിക്കാൻ അറിയില്ലേ? മാഷ് അപ്പോൾ ചോദിച്ചു. ഉവ്വ് അറിയാം, അവൻ മറുപടി പറഞ്ഞു. എന്നാൽ അമ്മുവിന്റെ കാർ സർവീസ് സെന്ററിലുണ്ട്, ഞാൻ അതെടുത്തു കൊണ്ടുവരാം. നാളെ മുതൽ അരുൺ അതിൽ പോയിക്കോളൂ. കുറച്ചു ദിവസം എന്തായാലും അമ്മുവും കൂട്ടിന് വരും. അച്ഛൻ അത് പറഞ്ഞപ്പോൾ അരുൺ ഒരു നിമിഷം എന്തോ ഒന്ന് ആലോചിച്ചു. അവൾ എങ്ങനെ കാറിൽ കയറും ഇറങ്ങുമെന്നൊന്നും അരുൺ ചിന്തിക്കേണ്ട കേട്ടോ, അതൊക്കെ അവൾക്കിപ്പോ ശീലമായി കഴിഞ്ഞു, മാഷ് പറഞ്ഞു. അത് കേട്ട് അമ്മുവും അമ്മയും ചിരിക്കുന്നുണ്ടായിരുന്നു. വീൽചെയറിലാണെങ്കിലും അവളുടെ പുഞ്ചിരി കാണുമ്പോൾ വല്ലാത്തൊരിഷ്ടം അവളോട് തോന്നിപ്പോകുന്ന പോലെ അരുണിന് തോന്നി. തന്റെ മനസ്സെങ്ങാനും ഇനി കൈവിട്ടു പോകുമോ? നമ്മളെക്കാൾ എത്രയോ മുകളിലുള്ള ആളുകളാണ്. പെട്ടെന്നൊന്നും പ്രണയം തോന്നി അവളോട് പറഞ്ഞ് ഈ ബന്ധം അറ്റുപോകാതെ നോക്കണമേ, അവൻ അവന്റെ മനസ്സിനോട് പറഞ്ഞു. അപ്പോ ഇനി വേറൊന്നും നോക്കാനില്ലല്ലോ, നാളെ രാവിലെ 9:30 ആകുമ്പോഴേക്കും ഷോപ്പിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ കേട്ടോ അരുൺ. അരുൺ ആലോചനയിൽ ഇരിക്കുമ്പോൾ മാഷ് പറഞ്ഞു. ശരി മാഷേ. അരുൺ അപ്പോൾ തലയാട്ടി. പിറ്റേ ദിവസം രാവിലെ 9:30 ആകുമ്പോഴേക്കും അരുണിന്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അമ്മുവിന്റെ അമ്മയായിരുന്നു വിളിച്ചത്. അമ്മേ, ഞാനിപ്പോ വരാം, അരുൺ കോൾ എടുത്തു പറഞ്ഞു. ശേഷം വേഗത്തിൽ മാഷുടെ വീട്ടിലെത്തി. അപ്പോഴേക്കും കാറിന്റെ അടുത്ത് അമ്മു റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തായി അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. കറുപ്പ് ചുരിദാറിന്റെ ടോപ്പും കറുപ്പ് പാന്റും നെറ്റിയിൽ കറുപ്പ് പൊട്ടും ഒപ്പം അവളുടെ വെളുത്തു തുടുത്ത മുഖവും ഒക്കെയായി അമ്മുവിനെ കണ്ടപ്പോൾ വീട്ടിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുള്ളതായി അവന് തോന്നി. അവൻ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിപ്പോയി. എന്നാൽ അമ്മുവും അമ്മയും നോക്കിയത് അരുണിനെയാണ്. ഷർട്ടും പാന്റും ഷൂവും ഇട്ട് പുതിയ ലുക്കിൽ വന്ന അരുണിനെ കണ്ടപ്പോൾ അമ്മയാണ് ആദ്യം ചോദിച്ചത്. അരുൺ ആളാകെ മാറിപ്പോയല്ലോ, എന്തൊരു മാറ്റമാണ്. ഇന്നലെ കണ്ട ആളെയല്ല, ഇന്ന് ആകെ മൊത്തം ഒരു ഓഫീസറെ പോലെയുണ്ട് ഇപ്പോൾ കാണാൻ. അമ്മ ആശ്ചര്യത്തോടെ പറഞ്ഞു. അതെ, ശരിക്കും മാറി, സാധാരണ കാണുന്ന പോലെയല്ല, അമ്മുവും പറഞ്ഞു. അതെന്തായാലും നല്ലൊരു ജോലിക്ക് ഇറങ്ങുകയല്ലേ, സാധാരണ ഏതെങ്കിലും ഒരു ഷർട്ടും അതിന്റെ മുകളിൽ കാക്കിയും ഇട്ട് ഓട്ടോയിലല്ലേ. ഇന്ന് പുതിയ ജോലിക്ക് ഇറങ്ങുകയായതുകൊണ്ട് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി, അരുൺ പറഞ്ഞു. അമ്മു അപ്പോൾ അവനെ ഒന്ന് നന്നായി നോക്കി. അതെ അതെ, അരുൺ ആകെ മാറിപ്പോയി. ഈ ലുക്ക് അരുണിന് നല്ലപോലെ ചേരുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാറ്റം അരുണിന് ജോലിയിലും കൊണ്ടുവരാൻ കഴിയട്ടെ. മാഷ് അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ രണ്ടുപേരും പോയിട്ട് വരൂ, മാഷ് ചിരിച്ചുകൊണ്ട് രണ്ടുപേരോടും കൂടിയായി പറഞ്ഞു. അമ്മു അപ്പോൾ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ കാറിന്റെ ഡോർ തുറന്ന് വീൽചെയർ കാറിനോട് അടുപ്പിച്ച് അവൾ തനിയെ തന്നെ കാറിൽ കയറി. അരുൺ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട മാഷ് അരുണിനോട് പറഞ്ഞു. ഞാൻ ഇന്നലെ അരുണിനോട് പറഞ്ഞില്ലേ, അവൾ കാരണം അരുണിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അരുണിന് അവളെ എടുത്ത് കാറിൽ വെക്കേണ്ടി വരികയൊന്നുമില്ല. അവൾ തനിയെ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തോളും. അത് അവൾക്കൊരു ശീലമായി. ബുദ്ധിമുട്ടേണ്ടി വന്നാലും കുഴപ്പമില്ല സാർ, എന്തു വേണമെങ്കിലും ഞാൻ സഹായിച്ചു കൊടുത്തോളും, മാഷ് പറഞ്ഞത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു. മാഷ് അപ്പോൾ അവനെ നോക്കി ചിരിച്ചു. ശേഷം വീൽചെയർ എടുത്ത് ബാക്കിലെ സീറ്റിൽ വെച്ചു. എന്നാൽ ഇനി വൈകേണ്ട, പോയിക്കോളൂ. മോളെ, അരുണിന് എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ, മാഷ് അമ്മുവിനോട് പറഞ്ഞു. ശരി അച്ഛാ, എന്നാൽ ഞങ്ങൾ പോയി വരാം, അവൾ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും യാത്രയായി. അന്നത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും അരുൺ അതൊന്നും കാര്യമാക്കിയില്ല. അമ്മുവിനോടൊപ്പം അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. വീൽചെയറിലാണ് എന്നതൊഴിച്ചാൽ അമ്മു വളരെ ആക്റ്റീവായിരുന്നു. വളരെ സ്നേഹത്തോടെയുള്ള അവളുടെ പെരുമാറ്റവും ഇടപഴകലുമൊക്കെ അവന്റെ മനസ്സിന് നന്നായി ഇഷ്ടപ്പെട്ടു. അറിയാതെയെങ്കിലും അവളോട് പ്രണയം തോന്നിപ്പോകുന്ന പോലെ അരുണിന് ഓരോ നിമിഷവും തോന്നി. അമ്മു അവനോടൊപ്പം നടന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുകയും എല്ലാ കാര്യത്തിലും സഹായിക്കുകയും ചെയ്തു. വൈകിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ശരിക്ക് പറഞ്ഞാൽ അത്ര നേരം ഒപ്പമുണ്ടായിട്ട് രാത്രി അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അരുണിന് വീണ്ടും വീണ്ടും അവളെ കാണാൻ തോന്നുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അരുൺ ബിസിനസ്സിൽ നല്ല സ്മാർട്ടായി തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മാഷിന്റെ തീരുമാനം ശരിവെക്കുന്ന വിധത്തിൽ അവരുടെ ബിസിനസ്സിൽ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. അമ്മുവിന്റെ കമ്പനിയിലെ പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ കൂടാൻ തുടങ്ങി. ഒപ്പം ഉള്ളിന്റെ ഉള്ളിൽ അരുണിന് അവളോടുള്ള പ്രണയവും ബിസിനസ്സിൽ വന്ന മാറ്റങ്ങളും അരുണിന്റെ സ്നേഹത്തോടെയുള്ള ഇടപഴകലുകളും അവളുടെ മനസ്സിനും വലിയൊരു മാറ്റമായി. ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർ ഒരുമിച്ചിരിക്കുകയും ആ സമയത്തൊക്കെ തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മുവിനത് വല്ലാത്ത മാറ്റമായി തോന്നി. അരുണിനൊപ്പമുള്ള ഓരോ നിമിഷവും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. സമയം പോകുന്നത് അറിയാത്ത വിധത്തിൽ അവർ രണ്ടുപേരും വല്ലാതെ അടുത്തു. ആക്സിഡന്റിന് ശേഷം അമ്മു അധികം ആരോടും അങ്ങനെ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കും അത് വലിയ സന്തോഷമായി. അതെ, അരുണും അമ്മുവും വലിയ ചങ്ങാതിമാരായി മാറിയിരുന്നു.
ഒരു ദിവസം അവർ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് കാറിൽ പോരുന്ന സമയത്ത് അരുൺ അമ്മുവിനോട് പറഞ്ഞു, അമ്മു, ഞാൻ അമ്മുവിനെ ആദ്യം കണ്ടപ്പോൾ കരുതിയത് വലിയ ജാടക്കാരിയാണ് എന്നായിരുന്നു. അമ്മുവിന് ഓർമ്മയുണ്ടോ, അന്ന് ഞാൻ അമ്മുവിന്റെ വീട്ടിലേക്ക് നോക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മു എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വീൽചെയറിലായിട്ട് പോലും അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ എന്ന്. പൈസയുള്ളതിന്റെ അഹങ്കാരമാണെന്ന് അന്ന് ഞാൻ വിചാരിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി പറഞ്ഞു. അരുൺ പറഞ്ഞത് കേട്ട് അമ്മുവും ചിരിച്ചുപോയി. അരുൺ പറഞ്ഞത് ശരിയാണ്, ആർക്കും അതേ തോന്നൂ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. എല്ലാവരോടും നല്ലപോലെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ ഞാൻ മറന്നുപോയി. അമ്മു പറഞ്ഞു. ശരിക്കും എന്താണെന്ന് സംഭവിച്ചത്? കാർ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. എങ്ങനെയാ അത് സംഭവിച്ചത്? ഞാൻ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അരുൺ ചോദിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മുവിന്റെ മുഖത്തെ ഭാവം മാറുന്നത് അരുൺ നന്നായി ശ്രദ്ധിച്ചു. നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട, വേഗം വീട്ടിലേക്ക് പോകാം, അവൾ അപ്പോൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൾക്കത് വിഷമമായി എന്ന് അരുണിനും മനസ്സിലായി. സോറി അമ്മു, ഞാൻ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതായിരുന്നു. ഇനി ഞാൻ അത് ചോദിക്കില്ല, എന്നോട് ക്ഷമിക്കണം. ആ വിഷയം പറയാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അരുൺ പറഞ്ഞു. സാരമില്ല അരുൺ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. ശരി, പോവാം, അരുൺ പറഞ്ഞു. വീട്ടിലെത്തുന്നത് വരെ അമ്മു മറ്റൊരു കാര്യവും സംസാരിച്ചില്ല. അരുണിന് താൻ ചോദിച്ചത് വലിയൊരു തെറ്റായി പോയി എന്ന് തോന്നി. വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങി അരുൺ വീൽചെയർ എടുത്തു കൊടുത്തു. അവൾ പതിയെ ഫയലുകളും എടുത്തുകൊണ്ട് വീൽചെയറിൽ കയറി. സാധാരണ പോലെ അവൾ സംസാരിക്കാനൊന്നും നിന്നില്ല. ഇറങ്ങിയ പാടെ അരുണിനോട് യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. പെട്ടെന്ന് മുഖം വാടി അവൾ അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അരുൺ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. അന്ന് രാത്രി അരുണിന് അത് ചോദിച്ചല്ലോ എന്നോർത്ത് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അവളോട് സോറി പറയണം. ആ വിഷയം പറയുമ്പോൾ അവൾക്ക് അത്രമേൽ മുറിവേൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പിറ്റേ ദിവസം അവൻ അമ്മുവിനെ കാണാനാണ് നേരത്തെ ഇറങ്ങിയത്. എന്നാൽ അവൾക്ക് വയ്യ, പനിയായിട്ട് കിടക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. ഓഫീസിൽ ഉച്ചയോടെ എത്തിക്കോളുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓഫീസിലേക്ക് പോയി. എന്നാൽ അന്ന് അവൾ ഓഫീസിലേക്ക് വരികയും ചെയ്തില്ല. ഇടയ്ക്ക് അവൻ ഫോണിൽ വിളിച്ചപ്പോൾ വയ്യ എന്ന കാരണമല്ലാതെ അവൾ മറ്റൊന്നും അവനോട് പറഞ്ഞില്ല. അന്ന് അരുൺ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ മുഴുവൻ അവന്റെ ഓർമ്മയിൽ അവൾ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് അമ്മു ഓഫീസിലേക്ക് വന്നത്. തന്റെ ക്യാബിന് മുൻപിൽ എത്തിയപ്പോഴാണ് അവൻ അവളെ കണ്ടത്. ആ, അമ്മു വന്നോ? പനി എങ്ങനെയുണ്ട്? അവൻ അവളെ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അമ്മു ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അരുൺ ചോദിച്ചു. അതൊന്നും സാരമില്ല അരുണേട്ടാ, പെട്ടെന്ന് എനിക്ക് വരണമെന്ന് തോന്നി, ഞാനൊരു ടാക്സി വിളിച്ചു പോന്നു, അവൾ പറഞ്ഞു. പിന്നെ ഞാൻ വന്നത് അരുണേട്ടനെ കാണാൻ വേണ്ടി തന്നെയാണ്. നമുക്കൊന്ന് പുറത്തു പോയാലോ അരുണേട്ടാ? അമ്മു അവനോട് ചോദിച്ചു. എവിടേക്കാ അമ്മു? അരുൺ അപ്പോൾ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമില്ല അരുണേട്ടാ, നമുക്കൊന്ന് പുറത്തു പോകാം. ശരി, പോവാം, അവൻ പറഞ്ഞു. അങ്ങനെ അവർ ഓഫീസിൽ നിന്നും ഇറങ്ങി യാത്ര തുടങ്ങി. യാത്രക്കിടയിൽ അരുൺ അമ്മുവിനോട് പറഞ്ഞു. അമ്മു, സോറി കേട്ടോ, ഞാൻ ഇന്നലെ അത് ചോദിച്ചത് അമ്മുവിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചല്ലേ. ഞാൻ അമ്മുവിന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. ഞാൻ അമ്മുവിന്റെ ഒരു ജോലിക്കാരൻ മാത്രമാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം, അരുൺ പറഞ്ഞു. അത് പറയുമ്പോൾ അരുണിന്റെ മുഖത്ത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതൊന്നും സാരമില്ല അരുണേട്ടാ. പിന്നെ ഞാൻ അരുണേട്ടനെ എന്റെ ജോലിക്കാരനെ പോലെയല്ല കാണുന്നത്. ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരനായിട്ടാണ്, നല്ലൊരു സുഹൃത്തിനെ പോലെ, അവൾ പറഞ്ഞു. പിന്നെ അല്പനേരം അവൾ മൗനമായിരുന്നു. അപ്പോഴേക്കും അവരുടെ കാർ ബീച്ചിനടുത്ത് എത്തിയിരുന്നു. അരുണേട്ട, വണ്ടി ഒന്ന് നിർത്തിക്കേ, അവൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അരുൺ കാർ നിർത്തി. എന്തു പറ്റി? എന്താ അമ്മു കാർ നിർത്താൻ പറഞ്ഞത്? അരുൺ അപ്പോൾ ചോദിച്ചു. നമുക്ക് ഈ ബീച്ചിലെ കാറ്റുകൊണ്ട് അല്പനേരം ഇരുന്നാലോ? കുറെ കാലമായി ബീച്ചിലൊക്കെ വന്നിട്ട്, അവൾ അരുണിനോട് പറഞ്ഞു. ഓ, അതിനെന്താ അമ്മു? അരുൺ കാറിൽ നിന്നും വീൽചെയർ പുറത്തു വെച്ച് അമ്മുവിനെ കാറിൽ നിന്നും ഇറക്കി. ബീച്ചിലെ പാതയോരത്തു കൂടി അങ്ങനെ കുറെ നേരം അവർ നടന്നു. അരുണേട്ടന് നടന്ന് കാല് കയച്ചു കാണുമല്ലേ? എനിക്ക് പിന്നെ അതിന്റെ ബുദ്ധിമുട്ടില്ല. സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് തനിയെ അങ്ങനെ പോയിക്കൊള്ളും, അവൾ നടത്തത്തിനിടയിൽ പറഞ്ഞു. അതൊന്നുമില്ല, ഇവിടുത്തെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ ക്ഷീണമൊന്നും അറിയില്ല, അരുൺ പറഞ്ഞു. അമ്മുവിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്താണത്? അതിനിടയ്ക്ക് അരുൺ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾ അവളുടെ വീൽചെയർ പതിയെ ഒരു മരത്തിനടുത്തേക്ക് നിർത്തി. കുറച്ചു നേരം അവൾ കടലിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ അവൾ അരുണിനോട് മെല്ലെ പറഞ്ഞു. അരുണേട്ടൻ ഇന്നലെ കാറിൽ നിന്ന് എന്നോട് ചോദിച്ചില്ലേ എങ്ങനെയായിരുന്നു ആക്സിഡന്റ് പറ്റിയതെന്ന്? അവൾ ചോദിച്ചത് കേട്ടപ്പോൾ അരുൺ അവളുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ മുഖത്ത് നിന്നും കണ്ണട ഊരിയെടുത്തു. അരുണിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇന്നലെ എനിക്കെന്തോ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതുകൊണ്ടാണ് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നത്.
അല്ലാതെ അരുണേട്ടനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. ഇപ്പോ എന്തോ എനിക്ക് അരുണേട്ടനോട് ആ കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നു. അരുൺ അപ്പോഴും ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അരുണേട്ടൻ അറിയാൻ വഴിയില്ല, എന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ്. അമ്മു അരുണിനോട് മെല്ലെ പറഞ്ഞു. അവൾ അത് പറഞ്ഞപ്പോൾ അരുൺ ആകെ ഷോക്കായിരുന്നു. കടലിലെ തിരമാലകൾ നല്ല ഉച്ചത്തിൽ അവരുടെ അരികിലേക്ക് ഓടി വരുന്നത് പോലെ ആർത്തിരമ്പി വന്നു. അമ്മു അപ്പോൾ തുടർന്നു. അതുപോലെ തന്നെ അന്ന് നടന്നത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. അന്ന് രാത്രി സംഭവിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് അതെന്നെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയതായിരുന്നു. അവൾ പറഞ്ഞു നിർത്തി. അവൾ പറയുന്നത് കേട്ടപ്പോൾ അരുൺ വീണ്ടും ഞെട്ടി. ഇല്ലാതാക്കാൻ വേണ്ടിയോ? ആരാണത്? എന്റെ ഭർത്താവ് തന്നെ, അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അരുൺ ഒന്നുകൂടി ഞെട്ടി. അവൾ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഭർത്താവോ? അമ്മു എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ അരുണേട്ടാ, ഞാൻ പറഞ്ഞല്ലോ എന്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണെന്ന്. 6 മാസം മുൻപായിരുന്നു. അത് പറയുമ്പോൾ അമ്മുവിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവൾ മുഖത്തു നിന്നും കണ്ണട ഊരിയെടുത്ത് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് എന്തേ അമ്മു, നമ്മൾ ഇത്രയൊക്കെ പരിചയമുണ്ടായിട്ടും ആരും ഇതുവരെ ഒന്നും പറയാതിരുന്നത്? അമ്മുവിന്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണ്? ശരിക്കും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അരുൺ ചോദിച്ചു. അരുണിന്റെ ചോദ്യങ്ങൾക്ക് കുറച്ച് സമയം അവൾ മിണ്ടാതെ നിന്നു. പിന്നെ ആ കഥ അമ്മു പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഷോപ്പിന്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പർച്ചേസിനായി പലപ്പോഴും എനിക്ക് കേരളത്തിന്റെ പുറത്തേക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. അധികവും ഫ്ലൈറ്റിലായിരുന്നു യാത്ര ചെയ്യാറ്. ആദ്യമൊക്കെ പപ്പ വരാറുണ്ടായിരുന്നു. പിന്നെ സ്ഥലങ്ങളൊക്കെ പരിചയമായപ്പോൾ ഞാൻ തനിച്ചു പോകാൻ തുടങ്ങി. യാത്രക്കിടയിൽ ഒരു ദിവസം ഫ്ലൈറ്റിൽ വെച്ചാണ് ഞാൻ അയാളെ കണ്ടത്. സുധീഷ്, അതാണ് അയാളുടെ പേര്. കാഴ്ചയിൽ മാന്യൻ, ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അയാളും അതുപോലെ തന്നെ. അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചാണ് യാത്ര ചെയ്തത്. അയാൾക്ക് ബാംഗ്ലൂരിൽ ബിസിനസ് ആയിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് വീണ്ടും ഞങ്ങൾ പല ദിവസങ്ങളിലായി കാണാൻ തുടങ്ങി. ഒരു ദിവസം അയാൾ എന്നെ വിളിച്ചു. ഞാൻ ഡൽഹിക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ അമ്മുവിനോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അയാൾ അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് പിരിഞ്ഞു. പോകുന്നതിന് മുന്നേ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അമ്മുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് അമ്മുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്മുവിന് എന്നെ ഇഷ്ടമാണോ? എന്താണെങ്കിലും അമ്മുവിന് എന്നോട് തുറന്നു പറയാം. വിവാഹമേ കഴിക്കുന്നില്ല എന്ന് കരുതിയ ആളാണ് ഞാൻ. പക്ഷേ അമ്മുവിനെ കണ്ടപ്പോൾ എന്തോ വിവാഹം കഴിക്കണമെന്നും ഒരു കുടുംബമൊക്കെ വേണമെന്നും ഒരാഗ്രഹം. അമ്മുവിനെ പോലെ ബിസിനസ് അറിയാവുന്ന ഒരു പെൺകുട്ടി ഭാര്യയായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ അതൊരു മുതൽക്കൂട്ടാവുമെന്ന് തോന്നി, അയാൾ പറഞ്ഞു. അയാളുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അയാളോട് സഹതാപം തോന്നിപ്പോയി. അത് പിന്നെ അയാളോടുള്ള ഇഷ്ടമായി വളർന്നു. ഞാൻ അയാളുമായി കൂടുതൽ അടുത്തു. കുടുംബക്കാരും ബന്ധുക്കളും ആരുമില്ലാത്തൊരു അനാഥനാണ് അയാൾ. ഒരു ഓർഫണേജിലാണ് അയാൾ വളർന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. അതൊക്കെ ഞാൻ അയാളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമായി. ഒരു ദിവസം എൻ്റെ പപ്പയ്ക്ക് ഞാൻ അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പപ്പയോട് പറഞ്ഞു. എന്നെപ്പോലെ തന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും അയാളെ വളരെ ഇഷ്ടമായി. ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹങ്ങൾക്കും എതിര് നിൽക്കാറില്ലായിരുന്നു എൻ്റെ പപ്പ. അതുപോലെ തന്നെ ഈ കാര്യത്തിലും അയാൾ ഒരു അനാഥനാണെന്ന് അറിഞ്ഞിട്ട് പോലും പപ്പ എതിരൊന്നും നിന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത കല്യാണമായിരുന്നു. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ പപ്പയും അമ്മയും ഒരുപാട് കൊതിച്ചിരുന്നു. വിവാഹത്തിൻ്റെ അന്ന് പപ്പയും അമ്മയും എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, ഒരു താക്കോൽ കൂട്ടം. ആദ്യം അതെനിക്ക് എന്തിനാണ് തന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ പപ്പയെയും അമ്മയെയും മാറി മാറി നോക്കി. പപ്പ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളെ, നിനക്ക് വേണ്ടി ഞാനൊരു വീട് വാങ്ങി. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും അവിടെ താമസിച്ചാൽ മതിയെന്ന്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് താമസം മാറി. ആദ്യത്തെ 2 മാസം ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങളുടെ ഹണിമൂൺ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. അയാൾ പോകുന്ന സ്ഥലത്തൊക്കെ അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞ അയാൾ എന്നെ പരിചയപ്പെടുത്താറുമുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട കാര്യം എന്നോട് പറഞ്ഞു. പിന്നെ അമ്മു, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൻ ഒരുപാട് സംസാരിച്ചു. കേരളത്തിൽ പുതിയൊരു പ്രൊജക്റ്റ് അവൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവൻ നല്ലൊരു പാർട്ട്ണറെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ വലിയ വലിയ ആളുകളുമായിട്ട് നല്ല പിടിപാടാണ്. എന്നോട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടിക്കോ എന്ന് എന്നോട് ചോദിച്ചു. അത് വേണോ? ഇപ്പോൾ ഉള്ള ബിസിനസ് തന്നെ നോക്കി നടത്തിയാൽ പോരെ നമ്മൾക്ക്? ഞാൻ അയാളോട് ചോദിച്ചു. അതുപോരാ, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നതാണ്. എനിക്ക് ഒരുപാട് വളരണം, ഒരുപാട് പണം ഉണ്ടാക്കണം, അമ്മുവിനെ ഒരു മഹാറാണിയെ പോലെ കൊണ്ടു നടക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം, അയാൾ എന്നോട് പറഞ്ഞു. അയാളുടെ ആഗ്രഹങ്ങൾക്ക് എന്തോ എതിര് നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത്രയും വലിയ കാശ് നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? നമ്മുടെ കയ്യിലുള്ളതെല്ലാം എടുത്താലും അത്രയ്ക്ക് വരുമോ?
ഞാൻ അപ്പോൾ ചോദിച്ചു, അതിനെന്തെങ്കിലും വഴി കാണാമെന്നേ. നിന്റെ തീരുമാനം എന്താ? നിനക്കിതിൽ താല്പര്യമുണ്ടോ? നീ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പലതും വെട്ടിപ്പിടിക്കാൻ കഴിയും. എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലേ അമ്മു? അയാൾ എന്നോട് ചോദിച്ചു. എല്ലാം സുധീഷിന്റെ ഇഷ്ടം. എൻ്റെ എല്ലാ സപ്പോർട്ടും സുധീഷിനുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. നാളെ അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാം. ബാക്കി നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അന്ന് വൈകുന്നേരം അയാളുടെ സുഹൃത്തെന്ന് പറഞ്ഞയാൾ വീട്ടിൽ വന്നു. വലിയൊരു കാറിലാണ് അയാൾ വന്നത്. കാറിൽ നിന്നിറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസും ഉണ്ടായിരുന്നു. സുധീഷ് അയാളെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എനിക്ക് അയാളെ പരിചയപ്പെടുത്തി തന്നു. അരുണേട്ടൻ എൻ്റെ കഥ കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടോ? അമ്മു അതിനിടയ്ക്ക് അരുണിനോട് ചോദിച്ചു. ഇല്ല, ദേ അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. നമുക്കൊരു കോഫി കഴിച്ചാലോ അരുണേട്ടാ? അമ്മു ചോദിച്ചു. അതിനെന്താ, കഴിക്കാം. അവർ പതിയെ കോഫി ഷോപ്പിലേക്ക് പോയി. അരുൺ അവിടെ നിന്നും 2 കോഫി വാങ്ങി അമ്മുവിന്റെ അടുത്തേക്ക് വന്നു. ഒരു കപ്പ് അമ്മുവിന് കൊടുത്തു. അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അരുൺ ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അമ്മു അപ്പോൾ ഒരു നിമിഷം കടലിലേക്ക് നോക്കി. എന്നിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. ആ ബ്രീഫ് കേസ് അയാൾ സോഫയിൽ വെച്ചു. എന്നെ കണ്ടപ്പോഴുള്ള അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ എൻ്റെ ദേഹത്ത് തന്നെയായിരുന്നു. എന്തോ അയാളോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എത്രയും പെട്ടെന്ന് അയാൾ പോയാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അധികം താമസിക്കാതെ അയാൾ അവിടെ നിന്നും പോയി. പോകുമ്പോൾ അയാൾ ബ്രീഫ് കേസ് സുധീഷിന് കൊടുത്തുകൊണ്ട് സുധീഷിനെ കെട്ടിപ്പിടിച്ചു. അയാൾ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ബെഡ്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സുധീഷ് ബെഡ്റൂമിലേക്ക് കയറി വന്നു. എന്നാൽ ബെഡ്റൂമിൽ വന്ന ശേഷം സുധീഷ് എന്നോട് പറഞ്ഞ കാര്യം ഒരു ഭർത്താവും ഒരു ഭാര്യയോടും പറയാൻ പാടില്ലാത്തതാണ്. അരുണേട്ടനോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയാതെ വയ്യല്ലോ. വന്നയാൾ പെട്ടിയിൽ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ ശരീരം വിൽക്കണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അമ്മ അത് പറഞ്ഞപ്പോൾ അരുൺ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. എന്ത്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും പറയുമോ അങ്ങനെ? അരുൺ അവളോട് ചോദിച്ചു പോയി. അതാ അരുണേട്ടാ ഞാൻ പറഞ്ഞത്. സ്വന്തം ഭാര്യയോട് ഒരു ഭർത്താവും പറയില്ല. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു. അടുത്ത ആഴ്ച അയാൾ അവിടെ ഏതോ ഒരു സ്ഥലത്ത് തന്നെ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും കാറിൽ ചെന്ന് അവിടെ ഇറക്കി തരാമെന്നും അവിടെ കുറച്ച് ആളുകൾ വരുമെന്നും അവർക്കൊന്ന് സഹകരിച്ചു കൊടുത്താൽ മതിയെന്നും കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അമ്മു അത് പറഞ്ഞുകൊണ്ട് അരുണിന്റെ മുഖത്തേക്ക് നോക്കി. അരുണേട്ടൻ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ടല്ലോ. അത് അരുണേട്ടനെ പോലെ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ്. എന്നാൽ പണത്തിന് മാത്രം വില കൽപ്പിക്കുന്ന, പെണ്ണിന്റെ മാനത്തിന് പുല്ല് വില തരാത്ത ചില ആളുകൾക്ക് ഇതൊന്നും കാര്യമേ അല്ല അരുണേട്ടാ. അങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞു. ഒരു കാര്യം എനിക്ക് ചുരുക്കത്തിൽ അപ്പോൾ മനസ്സിലായി. അയാൾ പല ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒന്ന് ഈ പറഞ്ഞ മാതിരി കച്ചവടമാണ്. പെൺകുട്ടികളെ വിൽക്കുന്ന വിൽപ്പന ചരക്കിലെ ഒരു കണ്ണിയാണ് അയാൾ. അയാളുടെ ലാപ്ടോപ്പിൽ ഞാൻ ഇടയ്ക്ക് കണ്ട ഫോട്ടോകൾ അത്രയും പെൺപിള്ളേരുടേതായിരുന്നു. അന്ന് ഏതോ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയുള്ള പെൺകുട്ടികളാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് ആകെ വല്ലാതെയായി. പിന്നെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തല കറങ്ങുന്ന പോലെയോ വീയാൻ പോകുന്ന പോലെയോ ഒക്കെ തോന്നി. അയാളോട് എതിർത്തൊന്നും പറഞ്ഞില്ല ഞാൻ. പറയാനുള്ള ശക്തിയില്ലായിരുന്നു. ഒന്ന് കിടന്നോട്ടെ, എന്നെ കുറച്ച് സമയം വെറുതെ വിടൂ എന്ന് പറഞ്ഞ് തല പൊത്തിപ്പിടിച്ച് ഞാൻ കട്ടിലിലേക്ക് വീണതേ ഓർമ്മയുള്ളൂ. അല്പം കഴിഞ്ഞ് ഞാൻ എണീക്കുമ്പോൾ അയാൾ ഹാളിലിരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായി പിന്നീട് എൻ്റെ ചിന്ത. എതിർത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ജീവനോടെ പുറത്തേക്ക് വന്നില്ലെങ്കിലോ? അവിടെ നിന്നൊന്നും എടുക്കാതെ, കല്യാണത്തിന് കൊടുത്ത ഗോൾഡ് പോലും എടുക്കാതെ അയാളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എങ്ങനെയോ മുറ്റത്തെത്തി കാറിൽ കയറി കാർ എടുത്തു. പക്ഷേ കാർ അവരുടെ ഗേറ്റ് കടക്കുന്നതിന് മുൻപ് തന്നെ അയാൾ എത്തിയിരുന്നു പിറകെ. ഞാൻ കാർ എടുത്തു പോരലും അയാൾ ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അവർ എൻ്റെ പിറകെ ട്രേസ് ചെയ്തു വന്നു. കൊന്നുകളയാൻ വേണ്ടി തന്നെ ഇടിച്ചതാണ് എന്നെ അവരുടെ വണ്ടി. അവരുടെ ബിസിനസിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ. പക്ഷേ ദൈവം കൈവിട്ടില്ല. 2 ചക്ര വണ്ടിയിലിരുന്ന് ഇങ്ങനെ തള്ളാനെങ്കിലും ജീവൻ ബാക്കി തന്നു. പപ്പയോടും അമ്മയോടും അയാളോടൊപ്പം ജീവിക്കാനാവില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ പപ്പ അപ്പോൾ തന്നെ കേസ് കൊടുത്തു. ഇപ്പോൾ അയാൾ അറസ്റ്റിലാണ്. പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ എന്നെയും ചതിക്കാൻ വേണ്ടി വിവാഹം കഴിച്ചതായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. അതായത് പെൺകുട്ടികളെ വിറ്റ് കാശാക്കുന്ന വലിയൊരു മാഫിയയിലെ കണ്ണിയാണ് അയാൾ. എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവന്മാർ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്വേഷണം വന്നപ്പോൾ അവരൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു. ഞാനിങ്ങനെ നടക്കാൻ കഴിയാതെ ചലനമറ്റവളായി അവശേഷിച്ചു. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആലോചിക്കാൻ പറ്റാത്ത വിധത്തിൽ മുറിവേറ്റതായിരുന്നു. കാല് തളർന്നുപോയി. ശരീരത്തിന്റെ മുറിവിനൊപ്പം തന്നെ മനസ്സിന്റെ വേദന പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അയാൾ ചതിയനാണെന്ന് അറിഞ്ഞെങ്കിലും അയാളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിതം പോയില്ലേ അരുണേട്ടാ? അതും ഈ വിധത്തിൽ. മുന്നോട്ട് ജീവിക്കാൻ പോലും തോന്നാത്ത വിധത്തിൽ തളർന്നു പോയിരുന്നു.
അങ്ങനെയാണ് ഞങ്ങൾ അവിടം വിട്ട് ഇവിടേക്ക് വീട് മാറി വന്നത്. എന്നെ ഈ അവസ്ഥയിൽ കാണാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരുടെ ചോദ്യവും ബന്ധുക്കളുടെ ചോദ്യവും എല്ലാം കൂടിയായി മനസ്സുമെടുത്തു. പപ്പ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി കുറച്ച് ദൂരേക്ക് മാറി. ഇവിടെ വന്നപ്പോഴും മനസ്സ് മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു. ആളുകളെ കാണുമ്പോൾ പേടി, മിണ്ടാൻ പേടി, ചിരിക്കാൻ പേടി, ഒന്നിനും മനസ്സില്ലാതെ മുറിക്കകത്ത് മാത്രമായിരുന്നു ഞാൻ. പിന്നെ ഇവിടുത്തെ പാടവും വയലും കിളികളെയും ഒക്കെ കണ്ട് കണ്ട് കുറച്ച് ആശ്വാസം കിട്ടിത്തുടങ്ങി. എങ്കിലും മനസ്സിന്റെ മുറിവ് മാറിയിട്ടില്ലായിരുന്നു. അരുണേട്ടന് ചിന്തിച്ചാൽ അറിയാം, ആദ്യമൊന്നും അരുണേട്ടനെ കണ്ടപ്പോൾ ഞാൻ ചിരിക്കാറ് പോലുമില്ലായിരുന്നു. ആരോടും ദേഷ്യമുണ്ടായിട്ടോ അഹങ്കാരിയായിട്ടോ അല്ല കേട്ടോ, ചിരിക്കാൻ അറിയില്ലായിരുന്നു. മനസ്സെപ്പോഴും ഏതോ ലോകത്തായിരുന്നു. ശരിക്കു പറഞ്ഞാൽ കുറച്ചെങ്കിലും ഞാനൊന്ന് സമാധാനം അറിഞ്ഞു തുടങ്ങിയത് അരുണേട്ടൻ ബിസിനസ്സിലേക്ക് വന്ന ശേഷമാണ്. അരുണേട്ടന്റെ കൂടെ നടക്കുമ്പോൾ, അരുണേട്ടനോടൊപ്പം ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം, കൂടെ ആരോ ഉള്ള പോലെ ഒരു തോന്നൽ. അരുണേട്ടന്റെ കൂട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റുന്ന പോലെ. അച്ഛനും അതെന്നോട് പറഞ്ഞു. ഇത്ര വലിയ ആളുകളുമായി കേസും കൂട്ടവും ഒക്കെ ആയപ്പോൾ പൈസ ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനാവാതെ അച്ഛനും തളർന്നു പോയിരുന്നു. പിന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ, നിങ്ങളോട് അടുത്തു തുടങ്ങിയപ്പോൾ, എന്ത് കാര്യത്തിനും അരുണേട്ടൻ ഓടി വരാൻ തുടങ്ങിയപ്പോൾ അച്ഛനും മാറി തുടങ്ങി. അച്ഛന്റെ മനസ്സിനും എത്രയോ സന്തോഷം കിട്ടിയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ അരുണേട്ടൻ എന്ന കൂട്ട് എന്നെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരുൺ അവളെ തന്നെ നോക്കി. ശേഷം അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റു. വീൽ ചെയറിൽ ഇരിക്കുന്ന അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ചെയറിന്റെ 2 കൈകളിലും പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അമ്മു അപ്പോൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. എന്നാ പിന്നെ ഈ കൂട്ട് ഞാനങ്ങ് സ്ഥിരമാക്കിക്കോട്ടെ. ചുണ്ടിൽ നേർത്ത ഒരു ചിരിയോടെ, ഹൃദയം നിറഞ്ഞ പ്രണയത്തോടെ അവൻ ചോദിച്ചപ്പോൾ അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു. അവൾ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി. പെട്ടെന്ന് തന്നെ ഒഴുകി വന്ന കണ്ണുനീരിനെ തുടച്ചു. എന്തേ അമ്മ ഒന്നും പറയാത്തേ? അരുൺ അവളോട് ചോദിച്ചു. അവൾ ഒരു നിമിഷം എന്തോ ഒന്ന് ആലോചിച്ചു. വേണ്ട, അത് വേണ്ട, അമ്മു അവനോട് പറഞ്ഞു. എന്തേ, അപ്പൊ എന്റെ കൂട്ടിഷ്ടമാണെന്ന് പറഞ്ഞതോ? അവൻ അവളെ നോക്കി. ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരുത്തനെ വിവാഹം കഴിച്ച് അവനോടൊപ്പം മാസങ്ങളോളം ജീവിച്ചവളാണ് ഞാൻ. അങ്ങനെ ഒരാളെ, അതും ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന, കാലിന് ചലനം പോലുമില്ലാത്ത എന്നെ പോലൊരാളെ അരുണേട്ടന് വേണ്ട. ഏട്ടന് വേറെ നല്ല പെൺകുട്ടികളെ കിട്ടും. ഏട്ടന് ചേരുന്ന, ഏട്ടന്റെ അമ്മയ്ക്ക് ചേരുന്ന, വീടിന് ചേരുന്ന ഒരാളെ, അത് മതി. അമ്മു അത് പറഞ്ഞപ്പോൾ അരുൺ അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. എടോ, ഞാനിതൊരു ത്യാഗം കൊണ്ടോ മനസ്സലിവ് കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. നീ പറഞ്ഞ പോലെ തന്നെ നിന്നോടൊപ്പം ബിസിനസ്സിൽ ഇറങ്ങി തുടങ്ങിയപ്പോൾ, നിന്നോടൊപ്പം നടന്നു തുടങ്ങിയപ്പോൾ ഞാനും ഇഷ്ടപ്പെട്ടു പോയിരുന്നു. നീ എന്ന കൂട്ട് വല്ലാതെ. നീ ഈ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആലോചിച്ചതാണ് നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാലോ എന്ന്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ചോദിക്കുന്നത്. അത്രമേൽ ഇഷ്ടത്തോടെ. പറ്റില്ലെന്ന് പറയരുത്. കാലൊക്കെ ട്രീറ്റ്മെന്റ് എടുത്താൽ റെഡിയാകും. അമ്മു നടന്നു തുടങ്ങും, എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞതൊക്കെ മറക്കണം. പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങിക്കൂടെ? നമ്മുടെ ആയുസിനൊന്നും ഒരു സ്ഥിരതയും ഇല്ല അമ്മു. ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത ലോകമാണ്. ഇന്ന് ഞാൻ 2 കാലിൽ നിന്ന് അമ്മുവിനോട് സംസാരിക്കുന്നു. പക്ഷേ നാളെ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരു വണ്ടി വന്ന് തട്ടിയിട്ടാൽ പോരെ എല്ലാം തീരാൻ? അതുകൊണ്ട് അത്രമേൽ ഇഷ്ടത്തോടെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിലേക്ക് വന്നുകൂടെ? അവൻ അത് ചോദിച്ചപ്പോൾ അവളുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ട് അവനെ തന്നെ നോക്കി. അവൻ അപ്പോൾ അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ അവളുടെ മുടിയിൽ തലോടി. അവളുടെ കവിളിൽ മെല്ലെ ഒരു ഉമ്മ കൊടുത്തു. ആ കുഞ്ഞുമ്മ അവളുടെ കവിളിൽ പതിഞ്ഞപ്പോൾ കടൽക്കാറ്റ് വന്ന് അവർ 2 പേരുടെയും മുടികളെയും ശരീരത്തെയും വല്ലാതെ തഴുകി. എന്തോ അവർ 2 പേരും ഒന്നാവാൻ പ്രകൃതിയും ആഗ്രഹിക്കുന്ന പോലെ. കടലിലെ തിരമാലകൾ കൂടുതൽ ശക്തിയിൽ അവരെ തേടി വന്നു. അന്ന് സൂര്യൻ അസ്തമിക്കുവോളം അവർ അവിടെ ചെലവഴിച്ചു. സന്തോഷത്തോടെ സംസാരിച്ചു, കളിച്ചു, ചിരിച്ചു, ഭക്ഷണം കഴിച്ചു. ആ ബീച്ചിൽ നിന്നും തിരികെ പോരുമ്പോൾ അവർ 2 പേരും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഇവളാണ് തന്റെ പാതിയെന്നും ഇവനാണ് തന്റെ പാതിയെന്നും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി അരുണിന്റെ വീട്ടിലെ അരുണിന്റെ മുറിയിൽ ഒരു പുതപ്പിനുള്ളിൽ അരുണിനോടൊപ്പം പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു അമ്മു. പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണർന്നു. അവൾ ആകെ വിയർത്തിരുന്നു. പേടിയോടെ അവൾ ചുറ്റും നോക്കിയപ്പോഴാണ് അത് സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലായത്. അരുൺ അപ്പോൾ അവളുടെ ദേഹത്ത് കൈ ചേർത്ത് വെച്ച് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. അവൾക്കെന്തോ വല്ലാതെ ദാഹിക്കുന്ന പോലെ തോന്നി. ഒരു കിതപ്പോടെ അവൾ വെള്ളമെടുക്കാനായി കൈ നീട്ടിയപ്പോഴേക്കും അരുൺ അറിഞ്ഞിരുന്നു അവൾ എണീറ്റത്. എന്തു പറ്റി അമ്മു, നീ എണീറ്റോ? അവൻ വേഗത്തിൽ പുതപ്പിനിടയിൽ നിന്ന് എണീറ്റു. അത് അരുണേട്ടാ, കുറച്ച് വെള്ളം, അമ്മു അവനോട് പറഞ്ഞു. ഞാൻ എടുത്തു തരാലോ. അരുൺ ഒരു മടിയും കൂടാതെ വേഗം എണീറ്റ് കട്ടിലിനടുത്തുള്ള മേശപ്പുറത്തുണ്ടായിരുന്ന ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് അവൾക്ക് കൊടുത്തു. അവൾ ആ വെള്ളം വേഗത്തിൽ വാങ്ങി കുടിച്ചു. എന്തു പറ്റി അമ്മു, ആകെ വിയർത്തിരിക്കുന്നല്ലോ? അരുൺ അവളുടെ മുഖത്തെ വിയർപ്പ് തുള്ളി അവന്റെ കൈകൊണ്ട് തുടച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു. അയാൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് പോലെ.
അവൾ അവളുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അരുണെ അരികിൽ നിന്ന് പരിഭ്രമിച്ചു. ഇല്ല, ഒന്നുമില്ല, നീ ഇങ്ങനെ പേടിക്കല്ലേ. അവൻ അപ്പോൾ അവന്റെ 2 കൈകൾക്കുള്ളിലും അവളെ ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അവളുടെ തല വെച്ച് പതിയെ തലോടി. അത് നീ എന്തോ സ്വപ്നം കണ്ടതാ അമ്മു. അയാൾ ഇനി നിന്നെ തിരക്കി വരികയോ ഒന്നുമില്ല. ഇനി വന്നാലും ഞാനുണ്ടല്ലോ കൂട്ടിന്. എന്തിനാ പേടിക്കുന്നത്? സമാധാനമായിട്ടിരിക്കി. അരുൺ അവളെ അവനോട് ചേർത്ത് മുടിയിൽ തലോടി പറയുമ്പോൾ അമ്മുവിന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ഒന്നുമില്ലാട്ടോ, ഒന്നുമില്ല. ഒരു കുഞ്ഞു കുട്ടിയെ നെഞ്ചിൽ വെച്ച് തലോടുന്ന പോലെ അവൻ അവളെ തലോടി. നീ ആകെ വിയർത്തിരിക്കുന്നല്ലോ, ഇത്രയ്ക്ക് അങ്ങോട്ട് പേടിച്ചോ? ഞാനില്ലേ? അരുൺ വീണ്ടും അവളോട് പറഞ്ഞപ്പോൾ അവൾ ഒന്നും പറയാനാവാതെ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. നീ ഇങ്ങോട്ട് കിടന്നേ. അവൻ അവളെ കിടത്തിയ ശേഷം അവനും കിടന്നുകൊണ്ട് പുതപ്പെടുത്ത് അവളുടെയും അവന്റെയും ദേഹത്തു കൂടെ മൂടി. പുതപ്പിനുള്ളിൽ അവളെ പൂർണ്ണമായും അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിലും കവിളിലും മെല്ലെ തലോടി. ആരെയും പേടിക്കണ്ട അമ്മു, നിന്നെ ഉപദ്രവിക്കാൻ ആരും വരില്ല. ഞാനില്ലേ കൂട്ടിന്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അമ്മു ഒന്നും പറയാതെ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. അയാളെന്നല്ല, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടില്ലേ, നീ ഉറങ്ങിക്കോ, സുരക്ഷിതമായി ഉറങ്ങിക്കോ എന്റെ നെഞ്ചിൽ. അരുൺ അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവളെ തലോടി ഉറക്കാൻ തുടങ്ങി. ഒരു നിമിഷം താൻ കണ്ട സ്വപ്നം മറന്നുകൊണ്ട് അമ്മു അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. അരുണേട്ടാ, ഞാൻ അയാൾ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ വല്ലാതെ. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അരുൺ അവളുടെ ചുണ്ടിൽ അവന്റെ കൈവച്ച് അവളെ തടഞ്ഞു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ആരും നിന്നെ തേടി വരില്ല. സ്വപ്നത്തിൽ എന്തോ കണ്ടതുകൊണ്ടാ നീ ആകെ പേടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വപ്നത്തിൽ ആർക്കെന്താ കണ്ടുകൂടാത്തത്? ഞാനില്ലേ കൂടെ. അവനത് പറഞ്ഞൊന്നുകൂടെ അവളെ അവനോട് ചേർത്ത് തലോടി. ആ ചേർത്ത് പിടുത്തത്തിലും തലോടലിലും അവൾക്കറിയാമായിരുന്നു അരുൺ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിലും സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ 2 കാലും തളർന്ന് തന്നെ വിവാഹം കഴിച്ചതും ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ എടുത്തുകൊണ്ട് നടക്കുകയും എല്ലായിടത്തും കൊണ്ടുപോവുകയും ഭക്ഷണം വാരിത്തരികയും സന്തോഷത്തോടെ കൂടെ കൂട്ടുകയും ഉറക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ. അങ്ങനെ ഒരാണിന്റെ കയ്യിൽ താണിരിക്കുമ്പോൾ പിന്നെ എന്താണ് ഒരു പെണ്ണിന് പേടിക്കാനുള്ളത്? താൻ കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നം മറന്നുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിന്റെ ചൂടറിയാൻ തുടങ്ങി. അതെ, അവളുടെ എല്ലാ പേടികളും അവൾ അനുഭവിച്ച വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരു നിമിഷത്തേക്ക് മറക്കുന്ന പോലെ അവൾക്ക് തോന്നി. കാരണം എല്ലാം മറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാണിന്റെ ചൂടാണ് അവളുടെ ദേഹത്ത് പതിയുന്നത്. അവൾ അരുണിന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ഒട്ടിച്ചേർന്നു. അവൻ അവളെ 2 കൈകൊണ്ടും മുറുക്കി പിടിച്ച് ആശ്വസിപ്പിച്ച് തലോടി ഉറക്കാൻ തുടങ്ങി. ഒരു പൂച്ചക്കുഞ്ഞു പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു കയറുന്ന പോലെ അമ്മു അവളുടെ സ്വന്തം അരുണിന്റെ ദേഹത്തേക്ക് ചുരുണ്ടുകൂടി പറ്റിച്ചേർന്നു. അതെ, എല്ലാ പേടിയും എല്ലാ സാഹചര്യത്തെയും എല്ലാ ദുഃഖങ്ങളെയും മറക്കാൻ കഴിയുന്ന ഒരാണിന്റെ കൂട്ട് ഒരു പെണ്ണിനുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അതിൽ പരം എന്താണ് വേണ്ടത്? കൂടപ്പിറപ്പില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും കൂട്ടാവുന്ന ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, ആ ഭാഗ്യം അനുഭവിച്ചുകൊണ്ട് അമ്മു എന്ന പെണ്ണ് അവളുടെ ആണിന്റെ കൈക്ക് കീഴിൽ പതിഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി. അവളുടെ നല്ല കൂട്ടാണ് അവൻ. കൂടപ്പിറപ്പിനേക്കാളും കൂട്ടുകാരെക്കാളും സർവോപരി എല്ലാത്തിനേക്കാളും മഹത്വമുള്ള അവളുടെ സ്വന്തം കൂട്ട്. അവരൊന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. അതെ, അരുൺ ആഗ്രഹിച്ച പോലെ തന്നെ അവന്റെ അമ്മു നടന്നു തുടങ്ങും. ആ നല്ല സമയം അവർക്ക് വരും. അങ്ങനെ ഒരു സമയം വന്നെത്തുമെന്ന പ്രതീക്ഷയോടെ തന്റെ പാതിയെ ചേർത്ത് പിടിച്ച് അരുൺ കണ്ണടയ്ക്കുമ്പോൾ ഒരു പുലരി കൂടി അവർക്കായി ഉദയം കൊള്ളുകയായിരുന്നു. അതെ, സൂര്യൻ നേർത്ത വെളിച്ചം പകർന്നുകൊണ്ട് അവരുടെ നല്ല ജീവിതത്തിനായി വെളിച്ചം വീശി. അരുൺ അവന്റെ അമ്മുവിനൊപ്പം ഇനിയുള്ള പുലരികളിൽ സുഖമായി ജീവിക്കട്ടെ.